ഹലോ, ഞാൻ എന്തൊക്കെയോ പറയണമെന്ന് വിചാരിച്ചിട്ട് വണ്ടിയുടെ ഫ്രണ്ടിലേക്ക് വന്നതായിരുന്നു. പക്ഷെ എല്ലാം തകർത്തെറിയുന്ന രീതിയിലായിരുന്നു മറ്റുള്ളവരുടെ പ്രകടനം അവിടെ ഉണ്ടായിരുന്നത്. ലച്ചു അമ്മണിയും കൂടെ കൂടിയിട്ട് അവരുടേതായ രീതിയിൽ എല്ലാ രീതിയിലും അവർ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ എനിക്കൊന്നും കിട്ടിയില്ല പറയാൻ. അപ്പം ഞങ്ങളിപ്പോൾ ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ എവിടെയാണെന്നുള്ളത് മനസ്സിലായിട്ടില്ല അല്ലേ. ഞങ്ങളിന്ന് മൈസൂരിലേക്ക് പോവുകയാണ്. അപ്പോൾ പോകുന്ന വഴിയിൽ നാടുകാണി ചുരം വഴിയാണ് പോകുന്നത്. പോകുന്ന വഴിയിലാണ് നല്ല കോട മൂടി കിടക്കുന്നുണ്ടല്ലേ. നല്ല സൂപ്പറായിട്ട് നിൽക്കുന്നുണ്ട്, കോട മൂടി കിടക്കുന്നുണ്ട്. ഞങ്ങളിന്ന് അതിരാവിലെ 4:30-ക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളത്. 4:30-ക്ക് ഇറങ്ങിയ സമയത്ത് തന്നെ ഇറങ്ങുന്ന സമയത്തും അത് കഴിഞ്ഞിട്ടുള്ള ആ ഒരു വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. കാരണം വോമിറ്റിംഗ് ടെൻഡൻസി കൂടുതലായിരുന്നു. അതുകൊണ്ട് തന്നെ അതൊന്നും എടുത്തിട്ടില്ല, സംഭവം അതിനകത്തുള്ളതൊന്നും. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ കുറച്ചൊക്കെ ഒന്ന് സെറ്റായി കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ഓടുന്ന ഇതിലുള്ളത് എടുക്കുകയാണ്. നല്ല ഭംഗിയായിട്ട് തന്നെ അതിൻ്റെ ആ സൈഡ് വ്യൂകളൊക്കെ നല്ല ഇതിൽ കണ്ടുകൊണ്ട് രസിച്ചുകൊണ്ടാണ് എല്ലാവരും പോകുന്നത്. കാരണം ഒരുപാട് നാളത്തെ ഒരു ഗ്യാപ്പിന് ശേഷം ഒരു ദൂരയാത്ര പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു ത്രില്ലിലാണ് എല്ലാവരും ഇരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഇവിടെ ഇറങ്ങിയതാണ്. വണ്ടി നിർത്തിയതാണ്. നല്ല തണുപ്പുണ്ട്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഞങ്ങൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് തന്നെയായിരുന്നു. നല്ല തണുപ്പുള്ള ഏരിയയാണ് കേട്ടോ ഇതിവിടെ. നല്ല തണുപ്പുണ്ട്. ഞങ്ങൾ ആ ചുരം കയറി, നടുകാണി ചുരം കയറി കുറച്ച് മുകളിലെത്തിയിട്ടാണ് ഞങ്ങളിവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഇരുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. ഇതിൻ്റെ ഇടയിൽ പാച്ചുവിന് ഭക്ഷണം കൊടുക്കുന്ന തിരക്കിലാണ്. പിന്നെ എല്ലാവരും ഇങ്ങനെ അപ്പുറത്തെ സൈഡുകളിലൊക്കെ ആയിട്ട് കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്. കിട്ടിയതൊക്കെ അതിലൊരു സെൽഫി എടുക്കാനുള്ള ശ്രമം ഞങ്ങൾ നടത്തിയതാണ്. പിന്നെ ഇത് ഗൂഡല്ലൂർ മൈസൂർ റോഡാണ്. അപ്പോൾ ഇതിന് ഈ റോഡിൻ്റെ 2 സൈഡിലും നിറയെ മാനുകൾ, നമുക്ക് ആസ്വദിച്ച് പോകാൻ പറ്റുന്ന രീതിയിലുള്ള കാഴ്ചകളായിരുന്നു. നിറയെ മാനുകളായിരുന്നു. ആദ്യമൊക്കെ ഞങ്ങൾ ഇങ്ങനെ ഭയങ്കര ഇതിൽ ത്രില്ലടിച്ച് മാനുകളെ കണ്ടു. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് മാനുകളോട് മാനുകൾ, അങ്ങനെ ഒരുപാട് നിറയെ മാനുകളുള്ളൊരു ആയിരുന്നുണ്ടായിരുന്നത്. ഫ്രഷായിട്ട് കറങ്ങാൻ പോവുകയാണോ അല്ലാതെ നേരെ പോവുകയാണോ എന്നറിയില്ല. പക്ഷെ ഇവിടെ നിന്ന് മാസ്ക് വെക്കേണ്ട ആവശ്യമില്ല. നല്ല സുഖം. കുറെ കാലം നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഇപ്പം മാസ്ക് ഹലോ, ഞങ്ങൾ ഫ്രഷായി റൂമൊക്കെ എടുത്തു. റൂമിലെത്തി ഫ്രഷായതാണ്. ഇനി പുറത്തൊക്കെ ഒന്ന് പോയിട്ട് കറങ്ങിയിട്ട് വരാം. അപ്പം ഞങ്ങളിനി ഇറങ്ങുകയാണ്. അങ്ങനെ ഞങ്ങളിവിടെ ചർച്ചിലാണ് എത്തിയിട്ടുള്ളത്. നല്ല ഹൈറ്റില്, വലിയ തിരക്കൊന്നും കാണാനില്ല. ഏകദേശം ഒരു 2 മണി ടൈമാണ്. നല്ല അടിപൊളി ചർച്ചാണ് കേട്ടോ. സെൻറ്റ് ജോസഫ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ചർച്ചാണിത്.
ചർച്ചിൻ്റെ സൈഡ് വ്യൂസുകളാണ് ഇതെല്ലാം. സൈഡിൽ തന്നെ നല്ല ഭംഗിയായിട്ട് ഓരോരോ ഏരിയകളും നന്നായിട്ട് തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ വീഡിയോ കാണുന്നതിൻ്റെ ഇടയിൽ ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞങ്ങളിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കും. ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതൊന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കും. പിന്നെ ചർച്ചിൽ നിന്ന് ഞങ്ങൾ നേരെ പോയത് സമ്മർ പാലസിലേക്കാണ്. ടിപ്പു സുൽത്താൻ്റെ സമ്മർ പാലസിലേക്കാണ് പോയത്. ഈ ഒരു പ്ലേസ് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എത്രത്തോളം ഇവിടെ തിരക്കുണ്ട് എന്നുള്ളത്. കാരണം നല്ല വിശാലമായിട്ട് കിടക്കുന്നത്, ഒട്ടും തിരക്കില്ലാത്ത ഏരിയകളായിരുന്നു. ഞങ്ങൾ ചർച്ചിൽ ചെന്നപ്പോഴും ഇതേപോലെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്, തിരക്കുകളില്ലായിരുന്നു. ഇങ്ങനെ കുട്ടികളെല്ലാം വിശാലമായിട്ട് ഓടി ചാടി കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എല്ലായിടത്തും. നേരെ പോയത് ടിപ്പു സുൽത്താൻ്റെ ടോംബിലേക്കാണ്. അവിടെ ടിപ്പു സുൽത്താനും പിന്നെ അവരുടെ ഫാമിലിയുടെ മൊത്തത്തിലുള്ള ടോംബായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്, ശവകുടീരങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ അധിക തിരക്കില്ലെങ്കിൽ പോലും കുറച്ച് തിരക്കുണ്ടായിരുന്നു. ടിപ്പു ടോംബുകളെ മൊത്തത്തിൽ തൂക്കിയെടുക്കാനുള്ള ഒരു ശ്രമമാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ രണ്ടുപേരും ഒന്ന് ശ്രമിച്ചു നോക്കി തൂക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഏകദേശമൊക്കെ തൂക്കി. ടിപ്പുവിൻ്റെ ടോംബ് അതിനകത്തായിരുന്നു ഉണ്ടായിരുന്നത്. ഇത് ഫാമിലിയുടെ, ടിപ്പു ഫാമിലിയിൽപ്പെട്ടവരുടെ ടോംബുകളാണ് അവിടെ പുറത്ത് നിറയുണ്ടായിരുന്നത്. ടിപ്പു ടോംബ് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പോയത് ത്രിവേണി സംഗമത്തിലേക്കാണ്. ത്രിവേണി സംഗമത്തിൽ 3 പുഴകൾ 3 നദികൾ ഒന്നിച്ച് സംഗമിക്കുന്ന ഒരു ഏരിയയാണ്. ഇവിടെ കാവേരി, ലോകഭവാനി, ഹേമാവതി തുടങ്ങിയിട്ടുള്ള 3 നദികൾ സംഗമിക്കുന്ന ഒരു ഏരിയയാണ് ഇവിടെ മൈസൂരിൽ ഉള്ളത്. കാഴ്ചകളും കണ്ട് പിന്നെ ഞങ്ങൾ എത്തിയിട്ടുള്ളത് വൃന്ദാവൻ ഗാർഡനിലാണ്. ഇവിടെ ഞങ്ങൾ ഒരു 6 മണിയായപ്പോഴേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ സാവധാനം വൃന്ദാവൻ ഗാർഡൻ
കാണുമ്പോൾ തന്നെ അറിയാലോ, ഒത്തിരി ഒരുപാട് കാണാനുണ്ട് ഇവിടെ. ഒരു വൃന്ദാവൻ ഗാർഡന് ഇത്രയും വിശാലമായി കിടക്കുന്നതാണ്, നമുക്ക് നടന്ന് കാണാം. പിന്നെ വൃന്ദാവൻ ഗാർഡനിൽ അത്യാവശ്യം തിരക്ക് ഫീൽ ചെയ്തിരുന്നു. പിന്നെ ഞങ്ങൾ ഒരുപാട് സമയം അവിടെ ചിലവഴിച്ചിട്ടുണ്ടായിരുന്നു വൃന്ദാവൻ ഗാർഡനിൽ. അങ്ങനെ ഒരുപാട് സ്പേസ് ഉണ്ട് അവിടെ കാണാൻ തന്നെ. പിന്നെ ഒരു 7 മണിയൊക്കെ ആയി കഴിഞ്ഞ സമയത്താണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുള്ളത്. കാരണം അവിടെ ആ ഒരു ലൈറ്റ് ഇഫക്റ്റുകൾ കണ്ടു കഴിഞ്ഞതിന് ശേഷമാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. ഏകദേശം ഒരു 7 മണിയൊക്കെ ആയപ്പോഴേക്കും ഇരുട്ടായി തുടങ്ങിയപ്പോഴേക്കും അവിടെ കണ്ട വൃന്ദാവൻ ഗാർഡൻ മൊത്തത്തിൽ ലൈറ്റ് വന്നു. പിന്നെ ആ ഒരു വാട്ടർ എഫക്റ്റ് വരെ ഫുൾ ലൈറ്റിലായി. അതിൻ്റെ ഓരോ എഫക്റ്റുകളും പല പല കളറുകളിലായിരിക്കും. കളറുകളിലാണ് പിന്നീട് കാണുന്നത്. നമുക്ക് ഓരോ വെള്ളത്തിൻ്റെ കളറുകൾ പോലും പല പല ലൈറ്റുകളിൽ നമുക്കത് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു, രാത്രി വരുന്നതാണ് ഇവിടുത്തെ ഏറ്റവും നല്ലൊരു അടിപൊളി സീൻ എന്ന് പറയുന്നത്. ഈ ഒരു വെള്ളത്തിൻ്റെ ആ ഒരു ഭംഗിയൊക്കെ നമുക്കിങ്ങനെ ശരിക്കും ആസ്വദിക്കാൻ പറ്റും. അതിൻ്റെ ഓരോ കളർ ചേഞ്ചുകളായിട്ട് ഇങ്ങനെ ആ ലൈറ്റിൻ്റെ എഫക്റ്റ് കൊണ്ട് തന്നെ ഓരോ കളർ ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാണാൻ പറ്റും വെള്ളത്തിന്. ഏകദേശം രാത്രി 8:30-9 മണിയായി തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങളിവിടെ ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിലേക്ക് എത്തിയ സമയത്ത് ഇവിടെ കടകളൊക്കെ ഒരുപാട് അടച്ചു പോകാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് ഞങ്ങൾ ഇന്നത്തെ ഈ ഫസ്റ്റ് ഡേയിലുള്ള ലാസ്റ്റ് ഏരിയ ആണ് ഈ ചാമുണ്ടേശ്വരി ക്ഷേത്രം എന്ന് പറയുന്നത്.
പിന്നെ ഇവിടുന്ന് ഞങ്ങൾ കുറച്ച് പർച്ചേസിംഗ് ഒക്കെ നടത്തി. പർച്ചേസിംഗ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരുപാട് നല്ല അടിപൊളി കമ്മലുകളുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കമ്മലുകളൊക്കെ വാങ്ങിച്ചു. അതിൻ്റെ പർച്ചേസിംഗ് വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ലായിരുന്നു ആ ഒരു സമയത്ത്. കാരണം ഒരുപാട് കടകളുണ്ട്, നിറയെ കടകളായിരുന്നു. ഇവിടുന്ന് അങ്ങോട്ട് ഞങ്ങൾ ആ അമ്പലത്തിൻ്റെ അങ്ങോട്ടേക്ക് എത്തുന്നത് വരെ നിറയെ കടകളായിരുന്നു ഉണ്ടായിരുന്നത്. ഒരുപാട് കടകൾ തന്നെ അടച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ എത്തിയ സമയത്ത്. ഏകദേശം ഒരു 9 മണിയൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ മൈസൂരിലെ ഫസ്റ്റ് ഡേയുടെ വിശേഷങ്ങൾ. സെക്കൻഡ് ഡേയുടെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതോടൊപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.